എനിക്കൊരു ചെറിയ സൂചന ഉണ്ടായത് എന്നോട് തന്നെ എന്നെ വിളിപ്പിച്ചിരുന്നു. ഒരിക്കൽ തനിയാണ് വിളിപ്പിച്ചത്. DCC പ്രസിഡന്റാണ് എന്നെ വിളിപ്പിക്കുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ചേച്ചി ഈ സിസ്റ്റം മുന്നോട്ട് പോകണമെങ്കിൽ പണം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൂടെയും ചോദിച്ചു. എനിക്ക് വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രസിഡന്റ്, എൻ്റെ കയ്യിൽ 10 രൂപ ഇതിനു വേണ്ടി തരാൻ എൻ്റെ കയ്യിലില്ലേ. ഞാൻ അങ്ങനെ ഈ ഇത്രയും കാലത്തെ എൻ്റെ പൊതുപ്രവർത്തനം പൈസയ്ക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിയല്ല. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി നിലകൊണ്ടൊരു വ്യക്തിയാണ്. അതിന് ഏതറ്റം വരെയും പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. പൈസ എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡം എന്നെ താഴേക്കിട്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. കാരണം 3 ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂരിലെ ചില പ്രമുഖർ എന്നെ വിളിച്ചിരുന്നു. ലാലി സൂക്ഷിക്കണം, ഇവിടെ അട്ടിമറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിജിയും ഭർത്താവും അടങ്ങുന്ന 2 അംഗ സംഘം, ഇവരടക്കം 4 പേര് കാറിൽ സൂട്ട്കേസുമായിട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് സാരി എടുക്കാനൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഒരിക്കലും അല്ല, ഇവിടെ പണമിടപാട് നടക്കുന്നതായിട്ട് സൂചന കിട്ടിയിട്ടുണ്ട്. ലാലി സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും എൻ്റെ പാർട്ടി എന്നെ ചതിക്കില്ല. കാരണം നിജിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന സ്ഥാനമാനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. ഏതെങ്കിലും സമരമുഖങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നിജി ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. 3 ദിവസം മുമ്പ് വരെ പിക്ചറിലില്ലായിരുന്നു. 3 ദിവസം മുമ്പ് വൈകുന്നേരങ്ങളാണ് വിളിച്ച് എന്നോട് ചോദിച്ചു, ഒരു ടേം വ്യവസ്ഥയിലേക്ക് തരട്ടെയും ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട. ഞാനൊരു മേയർ പദവി ആഗ്രഹിച്ചു വന്നൊരു വ്യക്തിയല്ല. പക്ഷേ പാർട്ടിയും പൊതുജനങ്ങളും മീഡിയയും ഒക്കെ എൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞപ്പോൾ സ്വമേധയാ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരാഗ്രഹം എനിക്കും ജനിച്ചു എന്നുള്ളതാണ്. പക്ഷേ എന്നെ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ എന്ത് മാനദണ്ഡത്തിലാണ് മുറിച്ചു മാറ്റിയത്? അത് പണത്തിൻ്റെ കാര്യത്തിലാണോ എന്നുള്ളത് സംശയം തന്നെയാണ്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ലാലി ജെയിംസ് കോൺഗ്രസിനെതിരെ, സ്വന്തം പാർട്ടിക്കെതിരെ തന്നെ ഉന്നയിക്കുന്നത്. ഈ പെട്ടിയുമായി പറഞ്ഞു എന്നുള്ള ആരോപണത്തിന് അപ്പുറത്ത് തന്നെ നേരത്തെ തന്നെ ജോസഫ് ടാജറ്റ് പണം ചോദിച്ചിരുന്നു. അവരോട് വ്യക്തിപരമായിട്ട്, അത് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയല്ല, പാർട്ടിക്ക് വേണ്ടിയാണ് പണം ചോദിച്ചത് എന്ന് കൂടിയാണ് പറയുന്നത്. അതിനു പുറമെയാണ് നിജി ജെയിംസും ഭർത്താവും ഇങ്ങനെയൊരു സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത ആഘാതമേൽപ്പിക്കുന്നതാണ് ഇപ്പോൾ ലാലി ജെയിംസിന്റെ പ്രതികരണം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നട്രാജ് പരശുറാം തൃശ്ശൂരിൽ നിന്ന്. നട്രാജ്, ഇന്നലെ നിജി ജസ്റ്റിന്റെ പേര് ജോസഫ് ടാജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ കാര്യമായ എതിർപ്പൊന്നും ലാലി ജെയിംസിന്റെ ഭാഗത്തുനിന്ന് വന്നില്ല. ഇന്നിപ്പോൾ അധികാരമേൽക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം ലാലി ജെയിംസ് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങളും പ്രതിഷേധവും എല്ലാം വെട്ടി തുറന്നു പറയാൻ തീരുമാനിക്കുകയും അത് കടന്നൊരൽപ്പം മേയർ പദവിക്ക് കോഴ വരെ വാഗ്ദാനം ചെയ്തു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത് എത്ര തലവേദനയാകുന്നുണ്ട്? എന്തൊക്കെയാണ് ലാലി ജെയിംസ് പറഞ്ഞത്? ഇവർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ? എന്താണ് സംഭവിക്കുന്നത് തൃശ്ശൂർ കോൺഗ്രസ്? മേയർ സ്ഥാനത്തെ ചൊല്ലി തൃശൂർ കോൺഗ്രസിൽ കലഹമാണെന്ന് തന്നെ പറയാം. മുതിർന്ന കൗൺസിലറായ ലാലി ജെയിംസ് ആണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത്. പണം വാങ്ങിക്കൊണ്ടാണ് മേയർ സ്ഥാനം വിറ്റത് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ലാലി ജെയിംസ് നമ്മളോട് നടത്തിയിരിക്കുന്നത്. DCC പ്രസിഡന്റ് മേയർ സ്ഥാനത്തേക്ക് തന്നോട് പണം ചോദിച്ചു. വ്യക്തിപരമായി അദ്ദേഹത്തിന് വേണ്ടിയല്ല ചോദിച്ചത്, പാർട്ടിക്ക് വേണ്ടിയാണ് ചോദിച്ചത്. ചേച്ചിക്ക് അറിയില്ലേ പാർട്ടിക്ക് ഫണ്ട് വേണമെന്ന്, ചേച്ചിക്ക് അത് തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. 10 പൈസ തരാൻ കഴിയില്ലെന്ന് താൻ അറിയിച്ചോടുകൂടി താൻ പുറത്തായി. KC വേണുഗോപാലും സംഘവുമാണ് നിജി ജസ്റ്റിനെ കെട്ടിയിറക്കിയിട്ടുള്ളത്. യാതൊരു സമര പാരമ്പര്യമോ പ്രവർത്തന പാരമ്പര്യമോ ഇല്ലാത്ത ആളാണ് നിജി ജസ്റ്റിൻ. നേരത്തെ തന്നെ പദ്ധതിയിട്ട് അവരെ മത്സരിപ്പിച്ച് മേയറാക്കുകയായിരുന്നു. അവരും പല സ്ഥലങ്ങളിൽ പെട്ടിയുമായി ഇത്തരത്തിൽ മേയറാവാൻ നടന്നതായി തന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ മേയറാവാൻ മാനദണ്ഡം എന്നുള്ളത് പണമായി മാറി. സാധാരണക്കാരനോ പ്രവർത്തകന്റെ പ്രയത്നത്തിനോ അല്ല ഇവിടെ വില കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി സൈഫ് പറഞ്ഞതുപോലെ മേയർ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ലാലി ജെയിംസ്. KPCCയുടെ നിർദ്ദേശപ്രകാരം, KPCCയുടെ മാനദണ്ഡപ്രകാരം പാർലമെന്ററി പാർട്ടി കൂടിയ ശേഷം താനെടുത്ത തീരുമാനമാണ് നിജി ജസ്റ്റിന്റെ സ്ഥാനാർത്ഥിത്വം എന്നാണ് അല്പസമയം മുമ്പ് ജോസഫ് ടാജറ്റ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. താൻ ബോധിപ്പിക്കേണ്ടവരെ കൃത്യമായി ഇക്കാര്യം ബോധിപ്പിക്കും. KPCCയുടെ എല്ലാ മാനദണ്ഡവും പാലിച്ചു. കൗൺസിലർമാരെ കണ്ട് സംസാരിച്ചു. KPCC നേതാക്കളെയും കണ്ട് സംസാരിച്ച് അനുവാദം വാങ്ങിയ ശേഷമാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് ജോസഫ് ടാജറ്റ് വിശദീകരിക്കുന്നു. തനിക്കെതിരായ പണമാരോപണത്തിലും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. അദ്ദേഹം പറയുന്നത്, സാധാരണക്കാരിയായ ലാലി ജെയിംസിനെ 4 തവണ നിർത്തി കൗൺസിലറാക്കിയ പാർട്ടി അക്കാലത്ത് ലാലി ജെയിംസ് ആർക്കാണ് പെട്ടി കൊടുത്തത്? അങ്ങനെ പെട്ടി കൊടുത്തിട്ടാണോ ആ കൗൺസിലർ സ്ഥാനം ലാലി നേടിയത്? അത് ലാലി വിശദമാക്കട്ടെ.
സാധാരണക്കാരിയെ കൗൺസിലറാക്കി എന്ന് തന്നെയാണ്, അത് തന്നെയാണ് മാനദണ്ഡം. സാധാരണക്കാർക്കും പ്രയത്നിക്കുന്നവർക്കും ഉള്ളതാണ് ഇത്തരം പദവികൾ എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്തായാലും ആരോപണങ്ങൾ DCC പ്രസിഡന്റ് ആകെ തള്ളുകയാണ്. ലാലി ജെയിംസ് ഇതുവരെ വിപ്പ് സ്വീകരിച്ചിട്ടില്ല. ഇന്നാണ് മേയർ തെരഞ്ഞെടുപ്പ്. അല്പസമയം മുമ്പ് നിജി ജസ്റ്റിൻ മേയർ നമ്മളോട് സംസാരിച്ചു. അവർ പറഞ്ഞത് കോൺഗ്രസിന്റെ 33 വോട്ടുകളിൽ കൂടുതൽ നേടിക്കൊണ്ട് താൻ ജയിച്ചു വരും, മറുപക്ഷത്ത് നിന്ന് പോലും തനിക്ക് വോട്ടുകൾ ലഭിക്കും, അത്ര വലിയ സ്വീകാര്യത തനിക്കും പാർട്ടിക്കും UDF-നും തൃശ്ശൂരിലുണ്ട് എന്നാണ് നിജി ജസ്റ്റിൻ നിയുക്ത മേയർ നമ്മളോട് അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും പ്രതിഷേധങ്ങളും തർക്കങ്ങളും അടിപിടിയുമായി ആകെ കുളമായിരിക്കുകയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ മേയർ തീരുമാനം എന്ന് പറയേണ്ടി വരും. ഏറെക്കാലത്തിന് ശേഷം കിട്ടിയ ഒരു അവസരം കളഞ്ഞു കുളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? വിശേഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് 6 മാസം പോലും ഇല്ലാതെ തൊട്ടടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വളരെയേറായി കിട്ടിയ ഒരു അവസരം, അതായത് തൃശ്ശൂർ നിയമസഭ ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിലില്ല, കോർപ്പറേഷൻ ഭരണം 10 വർഷമായി ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ചാൻസാണ് ഇപ്പോൾ കിട്ടിയത്. അതും പരസ്പരമുള്ള ചേരിതിരിവിൽ ഗ്രൂപ്പ് പോരിൽ കളഞ്ഞു കുളിക്കുമോ കോൺഗ്രസ് എന്നാണ് ഇനി അറിയേണ്ടത്.